ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മൾ NSMC 2026 ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്. എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യുക. ക്ലാസ് 5 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിനാണ് നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. ഒരുപാട് പ്രൈസസും സ്കോളർഷിപ്പും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നമ്മളുടെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 9th മാത്സിലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ എന്നുള്ള ചാപ്റ്റർ ആയിട്ടാണ്. സോ അതിന്റെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും വരിക, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ള സിലബസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റൈറ്റ്, സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following equations represent a linear line parallel to the y-axis? അപ്പോൾ y-axisന് പാരലൽ ആയിട്ടുള്ള ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഞാനൊരു ഇപ്പോൾ എക്സ് വൈ ആക്സിസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലൈൻ പാരലൽ ടു ദി വൈ ആക്സിസ്. ഇപ്പോൾ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ആണ് വൈ ആക്സിസ്. ഇപ്പോൾ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞാലോ ഇതുപോലൊരു ലൈൻ ആയിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടല്ലോ, ഇതെന്തായിരിക്കും ആണെങ്കിൽ നമുക്ക് കളറൊന്ന് മാറ്റാം. യെസ്, ഈ ഒരു ലൈൻ എന്തായിരിക്കും, ഇപ്പൊ ഈ വൈ ആക്സിന് പാരലൽ ആയിട്ട് ആര് പോകുന്നുണ്ട്, ഈ ഒരു ലൈന് പോകുന്നുണ്ട് അല്ലെ. ഈ ഒരു ലൈന് പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറയാം. പക്ഷെ ആ ലൈൻ എവിടെയായിരിക്കും ഉണ്ടാവുക, ഏതിലൂടെ ആയിരിക്കും കടന്നു പോവുക? സപ്പോസ് എക്സ് നോക്കുക, എക്സിലെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. വൈ ആക്സിന് പാരലൽ ആയിട്ട് നിങ്ങൾ എവിടെ ഒരു ലൈൻ വരച്ചാലും അത് എക്സിലെ ഒരു പോയിന്റിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. സപ്പോസ് ഈ പോയിന്റ് 3 ആണെന്ന് വിചാരിച്ചോ, ഈ പോയിന്റ് 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നറിയോ? ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 എന്നായിരിക്കും ഈ ലൈനിന്റെ ഇക്വേഷൻ വരിക. എക്സ് ഈക്വൽ ടു 3, അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. ആ ലൈൻ എക്സിൽ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അത് 3 എന്ന പോയിന്റിലാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിൽ ബി എക്സ് ഈക്വൽ ടു 3. റൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഞാൻ വരച്ചത്, ഒരു -5ലാണ് ഞാൻ പാരലൽ ആയിട്ട് വൈ ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചതെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു -5, സോറി എക്സ് ഈക്വൽ ടു -5 എന്നായിരിക്കും. റൈറ്റ്, ഇതിൻ്റെത് എക്സ് ഈക്വൽ ടു 3. റൈറ്റ്, ഹിയർ ഒരു -2 വിചാരിക്കുക. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു -2 എന്നായിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ഇക്വേഷൻ ഉണ്ടാവുക. അല്ലെങ്കിൽ എങ്ങനെ പറയാം, എക്സ് ഈക്വൽ ടു 3 അല്ലാന്നുണ്ടെങ്കിൽ x-3 ഈക്വൽ ടു 0 ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്, കറക്റ്റ് ആണ്. ഈ കേസിലാണെങ്കിൽ എക്സ് ഈക്വൽ ടു -2 ആണ്, അപ്പൊ x+2 ഈക്വൽ ടു 0 ഇങ്ങനെ പറഞ്ഞാലോ എന്താണ്, ഒരു വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ നോക്കി നോക്കാം, നമുക്ക് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഏത് ഓപ്ഷൻ ആണുള്ളത് നോക്കാം. 2y ഈക്വൽ ടു 5x, അവിടെ വൈയും എക്സും വരുന്നുണ്ട്, അത് വരൂല. റൈറ്റ്, കാരണം എന്താ, അത് എക്സ് ആക്സിന് അല്ലെങ്കിൽ വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ അല്ല. 2y ഈക്വൽ ടു 5, 2y ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു 5/2 എന്ന് പറയാം. y ഈക്വൽ ടു 5/2. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാ. റൈറ്റ്, എക്സ് ഈക്വൽ ടു y ഈക്വൽ ടു 5/2 എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് ഉണ്ടാവുക. 2x ഈക്വൽ ടു 5, 2x ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 5/2 എന്ന് പറയാം. ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. എക്സ് ഈക്വൽ ടു -2, എക്സ് ഈക്വൽ ടു 3 എന്നൊക്കെ പോലെ തന്നെ എക്സ് ഈക്വൽ ടു 5/2 വരുന്നുണ്ട്. അതിന്റെ മീനിങ് എന്തായിരിക്കും? 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഇപ്പൊ 2.5ലൂടെ കടന്നു പോകുന്നൊരു പാരലൽ ലൈൻ ആയിരിക്കും. വൈ ആക്സിന് പാരലൽ ആയിട്ട് എക്സ് 2.5ലൂടെ പോകുന്ന ഒരു ലൈൻ ആയിരിക്കും എന്ത്, ഇവിടെ ഈ ഒരു ഓപ്ഷൻ സി എന്ന് പറയുന്നത്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? സി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക. നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2x + 3y = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു എക്സ് ആക്സിനോ വൈ ആക്സിനോ പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ അല്ല, ഒരു ഒബ്ലീക്ക് ലൈൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്, സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The point 2k - 1, k lies on the line 3x - 5y + 7 = 0. The value of k is. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിലാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോയിന്റ് ഈ ലൈനിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, ഈ ലൈനിലെ എക്സ് കോർഡിനേറ്റ് ഇവിടെ ആരൊക്കെ ഉണ്ടാവും? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും. ആരൊക്കെയാണ് എക്സ് കോർഡിനേറ്റ്? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇതാ 2k - 1 ആണ്. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആരാ? k ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തു പോകണം. റൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കുക? 2k - 1 കൊടുക്കുക. വൈക്ക് പകരം എന്ത് കൊടുക്കുക? k കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം എന്താ,
ഈ പോയിന്റ് ഈ ലൈനിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കേക്ക് അവിടെ ഒരു വാല്യൂ കിട്ടും. നോക്കി നോക്കാം. ഞാൻ ആ ഇക്വേഷനിൽ 3xന് പകരം 3 ഇൻറ്റു 2k മൈനസ് 1 എന്ന് കൊടുത്തു, മൈനസ് 5yക്ക് പകരം ഞാൻ എന്താ കൊടുക്കുന്നത്? k എന്ന് കൊടുത്തു. നോക്കാം ഇവിടെ yക്ക് പകരം ആരാ ഉള്ളത്? k ആണുള്ളത്, റൈറ്റ്. പ്ലസ് 7 ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്ത് നോക്കാം. 6k മൈനസ് 3, കാരണം എന്താ? 3 ഇൻറ്റു 2k 6k, 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3. അപ്പോൾ 6k മൈനസ് 3 മൈനസ് 5k പ്ലസ് 7 ഈക്വൽസ് 0. 6k മൈനസ് 5k, 6k എന്ന് 5k പോയാൽ k. ഇനി നോക്കാം, മൈനസ് 3 പ്ലസ് 7, മൈനസ് 3 പ്ലസ് 7 ചെയ്താൽ പ്ലസ് 4 അല്ലേ? അപ്പൊ k പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. k പ്ലസ് 4 0 ആണെങ്കിൽ k ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടൂലേ? k മൈനസ് 4 അല്ലേ കിട്ടുക നമുക്ക്? ഓപ്ഷൻ ബി അല്ലേ നമ്മളുടെ ആൻസർ കിട്ടുക? ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്തൂടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അല്ലേ? യെസ്, ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. And moving on to the next question. For what value of k does the line kx minus 2y equal to 6 pass through minus 1 2? സിമിലർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കാം. എന്താണ് മൈനസ് 1 2ലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു മൈനസ് 1 2ലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്, അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഇവിടെ ആ ലൈനിൽ കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആ ലൈനിൽ എക്സിനും വൈക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമുക്ക് ചെയ്ത് നോക്കാം. എക്സിന് പകരം നമ്മൾ എന്താ കൊടുക്കുക? പുട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 1, വൈ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ കെ എക്സ് മൈനസ് 2y ഈക്വൽ ടു 6 എന്നുള്ളത് എന്തായിട്ട് മാറും? k ഇൻറ്റു മൈനസ് 1 മൈനസ് 2 ഇൻറ്റു വൈക്ക് പകരം 2 ഈക്വൽ ടു 6. സോ മൈനസ് k മൈനസ് 4 ഈക്വൽ ടു 6 മൈനസ് k ഈക്വൽ ടു 6 പ്ലസ് 4 10 എന്ന് വരും. ഓർ വി ക്യാൻ സേ k ഈക്വൽ ടു മൈനസ് 10. സോ ദിസ് വിൽ ബി അവർ ആൻസർ വിച്ച് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ പോയിന്റ് 3 4 ലൈസ് ഓൺ ദ ഗ്രാഫ് 3y ഈക്വൽ ടു ax പ്ലസ് 7 ദെൻ a ഈക്വൽസ്. അപ്പോൾ 3y ഈക്വൽ ടു ax പ്ലസ് 7 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ഉണ്ട്, ആൻഡ് 3 4 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഈ പോയിന്റ് എടുത്ത് ഈ ലൈനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എക്ക് എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക, റൈറ്റ്. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മുന്നേ ചെയ്ത പോലെയുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Considered as an equation in two variable 2x plus 1 equal to x minus 3 has a unique solution, two solutions, no solution, infinitely many solution. So നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൺസിഡേർഡ് ആസ് ആൻ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ, ഒരു ടു വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്താ ടു വേരിയബിൾ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ടു വേരിയബിൾ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻ അല്ലേ ടു വേരിയബിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ടാവും, എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ടാവും, റൈറ്റ്. അതാണ് എന്ത് ടു വേരിയബിളിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു ടു വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? യുണീക് സൊല്യൂഷൻ ആണോ, രണ്ട് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ? അതെങ്ങനെയാണ് നമ്മൾ ചെയ്തു നോക്കാം. ആദ്യം ഇത് സോൾവ് ചെയ്യാം. 2x പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 3. അപ്പൊ നിങ്ങൾ നോക്കി, ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അല്ലെ. എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ 2x മൈനസ് എക്സ് എന്ന് വരും. 2x മൈനസ് എക്സ്. ഇനി എന്ത് ചെയ്യാം? ആ 1നെ പ്ലസ് 1നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായിട്ട് മാറി? മൈനസ് 3 മൈനസ് 1 എന്ന് വരും. മൈനസ് 3 മൈനസ് 1. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു മൈനസ് 4 ഓർ ഐ ക്യാൻ സേ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു മൈനസ് 4 എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇതൊരു ഒറ്റ സൊല്യൂഷൻ അല്ലേ? എക്സ് ഈക്വൽ ടു മൈനസ് 4 എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി കിട്ടി, യുണീക് സൊല്യൂഷൻ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ബട്ട് ഇവിടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. കൺസിഡേർഡ് ആസ് ആൻ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ, ടു വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ആക്ച്വലി ഇക്വേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0, അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ട് അറിയോ? എക്സ് പ്ലസ് 0y പ്ലസ് 4 ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. ടു വേരിയബിൾ ഇക്വേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഈ ഒരു ഫോമിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. എക്സ് പ്ലസ് 0y പ്ലസ് 4 ഈക്വൽ ടു 0. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ വൈക്ക് എനിക്ക് എന്ത് വാല്യൂ ആണെങ്കിലും ഇട്ട് കൊടുക്കാം.
ഇതിന്റെ സൊല്യൂഷൻസ് നമ്മൾ എങ്ങനെ പറയാം? ടു വേരിയബിൾ ഉള്ള ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ പെയർ ആയിട്ടാണ് നമ്മൾ പറയാം അല്ലെ. എക്സ് വൈ രണ്ട് സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ പറയും. എക്സിനും വൈക്കും സൊല്യൂഷൻസ് ഉണ്ട്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വൈക്ക് ഞാൻ 1 കൊടുത്തു. വൈക്ക് ഞാൻ 1 കൊടുക്കുമ്പോൾ എക്സ് എനിക്ക് -4 എന്ന് കിട്ടും. നിങ്ങൾ ഈ ഇക്വേഷനിൽ വൈക്ക് 1 കൊടുത്തു നോക്കുക, എക്സിന് എന്താ കിട്ടുക? -4 ആ കിട്ടുക, റൈറ്റ്. വൈക്കിന് വൈക്ക് എന്താ പറഞ്ഞത്? വൈക്ക് ഞാൻ 1 കൊടുത്തു, അപ്പൊ എക്സിന് -4 കിട്ടും. ഓക്കെ, ഇനി വൈക്ക് ഞാൻ എന്ത് കൊടുക്കാണ്? 2 കൊടുത്തു. 2 കൊടുത്താലും എനിക്ക് എക്സിന് -4 ആ കിട്ടുക. ഇനി വൈക്ക് ഞാൻ 3 കൊടുത്തു, വൈക്ക് 4 കൊടുത്തു. വൈക്ക് ഞാൻ എന്ത് വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും എക്സിന് എനിക്ക് -4 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ എനിക്ക് വൈക്ക് ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം. വൈക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് എനിക്ക് കൊടുക്കാം. ഇൻഫിനിറ്റ് വാല്യൂസ് കൊടുക്കുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് എനിക്ക് കിട്ടുക -4 എന്നുള്ള വാല്യൂ. പക്ഷേ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ഒരുപാട് സൊല്യൂഷൻ പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ വൈക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് പറയാൻ പറ്റും. സോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. കൺസിഡേർഡ് ആസ് എൻ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു 3x - 2 കട്ട്സ് ദി y ആക്സിസ് അറ്റ്. അപ്പം y ഈക്വൽ ടു 3x - 2 എന്ന് പറയുന്ന ലൈനിന്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് y ആക്സിസിൽ എവിടെയാണ് കട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്ത് നോക്കുക? ഇത് കണ്ടുപിടിക്കാൻ എന്താണ്? ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ലൈന് ഇപ്പോൾ എക്സ് വൈ ആക്സിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, ചുമ്മാ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അത് വൈ ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതാ ഈ പോയിന്റ് ആണ്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ജസ്റ്റ് ആലോചിച്ച് നോക്കുക. 0,1 അല്ലെങ്കിൽ 0,2 0,3 അല്ലെങ്കിൽ 0, ഏതെങ്കിലും ഒരു നമ്പർ, അങ്ങനെ ഒരു ഫോമുല ആയിരിക്കില്ല. അല്ലെങ്കിൽ 0,y എന്നുള്ള ഒരു ഫോമുല ആയിരിക്കും എന്ത്? ആ ഒരു വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ? 0 ആണ്. ആ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുക്കാം. നമുക്കറിയാം y ഈക്വൽ ടു 3x - 2 ആണ്. ഇതിൽ എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് നമുക്ക് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതായിരിക്കും ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ y ഈക്വൽ ടു 3 × 0 - 2 which is equal to -2. y ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ y എന്താണ്? ഇപ്പൊ ഇങ്ങനെയല്ലേ വരിക, ഇവിടെ താഴെയാണ് വരിക. y എവിടെയാ? എയിലൂടെ പോവാ? 0 - 2ലൂടെയാണ് y 0 - 2 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ആ ഒരു ലൈന് കടന്നു പോകാന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ y -2 എന്നാ കിട്ടുക. അപ്പൊ അത് ആ ഒരു പോയിന്റിന്റെ y ആക്സിസ് എവിടെ കട്ട് ചെയ്യുന്നതെന്നാ ചോദിച്ചാൽ 0 - 2 ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The line 2x plus 3y equal to 6 together with the coordinate axis encloses triangle whose area is. So നിങ്ങൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ആ ഫിഗർ ഒന്ന് വരച്ചു നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും, റൈറ്റ്. യെസ്, സോ ഇങ്ങനെ 2x plus 3y equal to 6 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ആ ലൈൻ നമ്മളെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? നിങ്ങൾ നോക്കുക. 2x plus 3y equal to 6 എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്? ഒരു 2 പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? എക്സിന് നമ്മൾ 0 കൊടുക്കും, റൈറ്റ്. 2x plus 3y equal to 6. എക്സിന് നമ്മൾ 0 കൊടുക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. എത്ര കിട്ടാ? എക്സിന് നിങ്ങൾ 0 കൊടുത്ത് നോക്ക്. അപ്പോൾ എന്താവും? 3y equal to 6 എന്ന് കിട്ടും. y equal to 6/3 2 എന്ന് കിട്ടും, റൈറ്റ്. അപ്പോൾ y equal to 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 0,2 എന്ന് പറയുന്ന പോയിന്റിലൂടെ ആ ലൈന് കടന്നു പോകുന്നുണ്ട്. 0,2ലൂടെ. 0,2 എന്ന് പറഞ്ഞാൽ എന്താ? y ആക്സിലാണ് 0,2 ഉള്ളത്. ദിസ് ഇസ് 0,2, റൈറ്റ്. ഇനി നമുക്ക് വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് എത്ര കിട്ടും നോക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയിട്ട് പോകും. 2x equal to 6 എന്ന് കിട്ടും. x equal to 6/2 3 എന്ന് കിട്ടും. x equal to 3 എന്ന് കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ x 3 എന്ന് കിട്ടും. അതായത് 3,0 x 3 y 0. അപ്പോൾ 3,0 എന്ന് പറയുന്ന പോയിന്റിലൂടെയും ഈ ലൈന് കടന്നു പോകുന്നുണ്ട്. സോ 1 2 3 3,0 3,0ലൂടെയും ഈ ലൈന് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ലൈന്? എന്താ? ഓക്കെ, സോ ദിസ് ഈസ് അവർ ലൈൻ. ഇങ്ങനെ പോകുന്ന ലൈൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക.
ആൻഡ് നമ്മളെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ദ ലൈൻ ദിസ് ലൈൻ ടുഗദർ വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ് എൻക്ലോസസ് എ ട്രയാങ്കിൾ ഹൂസ് ഏരിയ. കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിസ്. അപ്പൊ ഈ ലൈനും എക്സ് വൈ ആക്സിസും തമ്മിൽ, റൈറ്റ്, ഈ ലൈനും എക്സ് വൈ എക്സ് ആക്സിസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് ഓൾറെഡി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, കാരണം എക്സ് വൈ ആക്സിസ് തമ്മിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, റൈറ്റ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഹൈറ്റ് എച്ച് എത്രയാ? എച്ച് എന്ന് പറയുന്നത് 2 ആണ്. 2 ആണ്. ആൻഡ് ഒരു സോ ഇവിടെ നമുക്ക് ഹൈറ്റ് കിട്ടി, ഹൈറ്റ് 2 ആണ് കിട്ടി. ആൻഡ് ബേസ് എത്രയാ? 3 ആണ് കിട്ടി. അതെങ്ങനെ കിട്ടുന്നത്? നമുക്കറിയാം ഈ ഒരു ലെങ്ത് 2 യൂണിറ്റ്സ് ആണ്, ഇവിടെ 3 യൂണിറ്റ്സ് ആണ്. സോ ദ ഏരിയ വിൽ ബി, വാട്ട് വിൽ ബി ദ ഏരിയ? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ലെങ്ത്സ് അല്ലേ? റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് 2ഉം 3യുമാണ്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3. സോ 2 ക്യാൻസൽ. സോ 3 ആയിരിക്കും നമ്മളുടെ 3 സ്ക്വയർ യൂണിറ്റ്സ്, റൈറ്റ്. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആൻഡ് 4 യൂണിറ്റ്സ് ബിലോ ഇറ്റ് ഈസ്. സോ ഈസി ക്വസ്റ്റ്യൻ. ജസ്റ്റ് ആ ഫിഗർ വരച്ചു നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഇതാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ആൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, എക്സ് ആക്സിന് പാരലൽ ആണ്, ആൻഡ് 4 യൂണിറ്റ്സ് ബിലോ. അപ്പോൾ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് 4 യൂണിറ്റ്സ് ബിലോ ഞാനൊരു ലൈൻ വരച്ചു. യെസ്, അത് ഏതിലൂടെയാണ് പോകുന്നത്? -4ലൂടെയാണ് പോകുന്നത്. -4ലൂടെയാണ് പോകുന്നത്, റൈറ്റ്. വൈ -4ലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? y = -4 എന്നായിരിക്കും. ഇതാണ് ഇക്വേഷൻ, y = -4, വിച്ച് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ 2-digit number with 10th digit x and unit digit y, the number exceeds the number formed by reversing its digits by 27. The relation between x and y is. സോ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു 2-digit നമ്പർ ഉണ്ട്. ആ 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്നാണുള്ളത്. എക്സ് വൈ, റൈറ്റ്. എക്സ് വൈ എന്നാണുള്ളത്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ എക്സ് എന്ന് പറയുന്നതാണ് 10ന്റെ ഡിജിറ്റിലുള്ളത്, വൈ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റിലുള്ളതാണ്. സോ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ അല്ല, 2 ഡിജിറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ 34 എന്നൊക്കെ പറയാറില്ലേ? 34 എന്ന് പറയുന്ന പോലെ അതിൽ 3യും 4ഉം, 34ൽ 3യും 4 ഉണ്ട്. അതേപോലെയാണ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആണ്, അതിലെ ഡിജിറ്റ്സ് ആണ് എക്സ് വൈ എന്ന് പറയുന്നത്, മനസ്സിലാക്കാം. ആൻഡ് ദ നമ്പർ എക്സീഡ്സ് ദ നമ്പർ ഫോംഡ് ബൈ റിവേഴ്സിങ് ഇറ്റ്സ് ഡിജിറ്റ്സ് ബൈ 27. അപ്പോൾ ഈ നമ്പറിന്റെ ഡിജിറ്റ്സ് നമ്മൾ റിവേഴ്സ് ചെയ്തു. അതായത് 34 ആണെങ്കിൽ നമ്മൾ 43 എന്നാക്കി മാറ്റി. അങ്ങനെ ആക്കുമ്പോൾ എക്സീഡ്സ് ദ നമ്പർ ഫോംഡ് ബൈ റിവേഴ്സിങ് ഇറ്റ്സ് ഡിജിറ്റ്സ് ബൈ 27. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്തു, ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്തതിന്റെ കൂടെ 27 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നമ്പർ കിട്ടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് y = yx + 27 എങ്ങനെയാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് ഈ അഡീഷൻ ഇങ്ങനെ ലെറ്റേഴ്സ് വെച്ച് നമുക്ക് അഡീഷൻ നടത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് അഡീഷൻ എങ്ങനെയാണ് നടത്താൻ പറ്റും? ഇപ്പോൾ 34ന്റെ കേസ് ആണെങ്കിൽ നമുക്കറിയാം 34 എന്ന് പറഞ്ഞാൽ 3 × 10 + 4 ആണ് 34 എന്ന് പറഞ്ഞാൽ, റൈറ്റ്. 43 എന്ന് പറഞ്ഞാലോ, 43 എന്ന് പറഞ്ഞാൽ 4 × 10 + 4 ആണ്. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് വൈ എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും? 10 × x + y അല്ലേ? 10x + y ആയിരിക്കൂലേ? ആണല്ലോ. കാരണം എന്താ? നമ്മൾ ഈ ഒരു ഡിജിറ്റിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്ലേസിലുള്ള ഒരു കറക്റ്റ് വാല്യൂ കിട്ടുക, റൈറ്റ്. വൈനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 10x + y എന്നുള്ളതാണ് ഈ ഒരു ആക്ച്വൽ നമ്പർ. ഇത് എക്സ് വൈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതിലെ ഡിജിറ്റ്സ് ആണ്, റൈറ്റ്. 34 എന്നൊക്കെ പറയുന്ന പോലെ 34 എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 3 × 10 + 4 ആണ്. അതേപോലെ x × 10 + y ആണ് എക്സ് വൈന്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള വൈ എക്സിന്റെ വാല്യൂ, വൈ എക്സ് എന്ന് പറയുമ്പോൾ 10y + x ആയിരിക്കും. സോ ഈ ഒരു അഡീഷൻ നമുക്ക് കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ 10x + y = 10y + x + 27 എന്ന് വരും, റൈറ്റ്. സോ ഇത് നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഇതിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും, റൈറ്റ്. സോ 10x എന്നുള്ളത് 9x ആയിട്ട് മാറും. കാരണം എന്താ? ഈ ഒരു x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -x ആവും. ആൻഡ് 10y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -10y ആയിട്ട് മാറും. സോ y - 10y എന്നുള്ളത് -9y എന്നായിട്ട് മാറും. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാട്ടെ കാൽക്കുലേഷൻസ്.
ദിസ് ഇസ് ഈക്വൽ ടു 27 എന്ന് വരും. ആൻഡ് 9 കോമൺ ആയിട്ട് എടുത്താൽ 9 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 27. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 27/9 വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എന്നാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരിക. സോ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. 34 നമ്മൾ 3 ഇൻറ്റു 10 പ്ലസ് 4, 43 4 ഇൻറ്റു 10 പ്ലസ് 4 ഇങ്ങനെ എഴുതി, റൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈനെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എന്നുള്ള ഒരു റിലേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, വിച്ച് ഈസ് ഓപ്ഷൻ എ ആണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ബോത്ത് 3, 4 ആൻഡ് 4, 3 ആർ സൊല്യൂഷൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 21, ദെൻ എ പ്ലസ് ബി ഈസ്. സോ 3, 4 എന്ന് പറയുന്ന പോയിന്റും 4, 3 എന്ന് പറയുന്ന പോയിന്റും ഈ ഒരു എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 21 എന്ന് പറയുന്ന ആ ഒരു ലൈനിന്റെ ഇക്വേഷന്റെ അല്ലെങ്കിൽ ആ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്. സോ എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സിന് നമ്മൾ എക്സ് വൈ ഇങ്ങനെയാണല്ലോ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്, റൈറ്റ്. അപ്പോൾ എക്സിന് ആദ്യം ഞാൻ ഫസ്റ്റ് പോയിന്റ് എടുക്കുന്നു, 3, 4 എന്ന് പറയുന്ന പോയിന്റ്. എക്സിന് ഞാൻ 3 കൊടുക്കും. അപ്പോൾ എ ഇൻറ്റു 3 പ്ലസ് ബി ഇൻറ്റു 4 ഈക്വൽ ടു 21 എന്ന് കിട്ടും. ഓക്കെ. സോ ദാറ്റ് ഈസ് 3a പ്ലസ് 4b ഈക്വൽ ടു 21. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിലോ, രണ്ടാമത്തെ പോയിന്റ് എടുത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ തന്നെ 4a പ്ലസ് 3b ഈക്വൽ ടു 21 എന്ന് കിട്ടും. ഓക്കെ. ഇങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടും. ഈ 2 ഇക്വേഷൻസ് ജസ്റ്റ് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഇത് സോൾവ് ചെയ്ത് നോക്കുക. യെസ്, സോൾവ് ചെയ്യുക. എത്ര കിട്ടുക? എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കറിയാം ഈ 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? ഈ 2 ഇക്വേഷൻസ് ജസ്റ്റ് നിങ്ങൾ സിമ്പിളായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ നോക്കുക, 3a പ്ലസ് 4a എത്രയാ? 7a പ്ലസ് 4b പ്ലസ് 3b 7b. ദിസ് ഇസ് ഈക്വൽ ടു 21 പ്ലസ് 21 42. ഈ 2 ഇക്വേഷൻസും ഞാൻ ചുമ്മാ അങ്ങ് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 7a പ്ലസ് 7b is equal to 42 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ 7നെ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 7 ഇൻറ്റു a പ്ലസ് ബി is equal to 42. അപ്പോൾ a പ്ലസ് ബി ഈക്വൽ ടു 42/7 എന്ന് കിട്ടും. അപ്പോൾ എത്രയാ? a പ്ലസ് ബി ഈക്വൽ ടു 6 എന്ന് കിട്ടൂലേ? a പ്ലസ് ബി 6 അല്ലേ? ഓപ്ഷൻ ബി അല്ലേ നമുക്ക് വരിക? യെസ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലീനിയർ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് കമൻസ് ത്രൂ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യെസ്, ഇതുവരെ നമ്മളുടെ NSMC എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു താഴെ ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക? NSMCക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. നല്ല അടിപൊളി എക്സാം ആണ്. നിങ്ങൾ ഒരുപാട് സ്റ്റുഡൻസ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എഴുതുന്ന എക്സാം ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമ്പറ്റീവ് വേൾഡിൽ, കോമ്പറ്റീവ് എക്സാം അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ ആ ഒരു വേൾഡിൽ നിങ്ങൾ ഏത് ലെവലിൽ എത്തി എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് NSMC എക്സാം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. യെസ്, നിങ്ങൾക്ക് അതുകൊണ്ട് എന്തായാലും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു ലെവൽ അറിയാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ് കാണാം. ബൈ.